guys, welcome to Aroma. അപ്പോൾ നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ ഡിഷാണ്. നമ്മളൊരു ഫുൾ ചിക്കൻ കനലിൽ ചുടാൻ പോവാണ്. നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നമ്മളൊരു ഫുൾ ചിക്കൻ ക്ലീൻ ചെയ്ത് വരഞ്ഞു വെച്ചത്, മുളക് പൊടി, തൈര്, ബട്ടർ, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ്, കുരുമുളക് പൊടി, ലെമൺ ജ്യൂസ്. ചിക്കൻ്റെ മസാല മിക്സ് ചെയ്യാം. അതിനായിട്ട് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ് ആവശ്യത്തിന്, രണ്ട് ടീസ്പൂൺ തൈര്, ഒരു മീഡിയം സൈസ് ലെമൻ്റെ ഫുൾ ജ്യൂസ്. ആദ്യം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കണം. പേസ്റ്റിൻ്റെ കൺസിസ്റ്റൻസി ആക്കി എടുക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. നമുക്ക് നമ്മുടെ മസാല ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. അപ്പോൾ നമുക്കിനി ചിക്കനിൽ അപ്ലൈ ചെയ്യാം. നമുക്ക് ചിക്കൻ പൊതിയാനായിട്ട് വാഴയില വേണം. വാഴയില ഞാനിവിടെ വാട്ടിയെടുത്തിട്ടുണ്ട്. 2 വാഴയില വേണം, എങ്കിലേ നമുക്ക് ചിക്കൻ കരിയാണ്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ചിക്കൻ ഇനി ഈ മിക്സൊക്കെ തേക്കാം. നമ്മൾ ക്ലീൻ ചെയ്ത് വരഞ്ഞു വെച്ച ചിക്കനിൽ നമ്മൾ ഈ മസാല ഫുള്ള് അപ്ലൈ ചെയ്യാം. നമ്മുടെ മസാല ചിക്കനിൽ ഫുള്ള് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ബട്ടർ നമുക്ക് ചിക്കൻ്റെ ഓരോ പോർഷനിൽ പ്ലേസ് ചെയ്യാം. ബട്ടർ ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ബട്ടറിന് ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ വെളിച്ചെണ്ണയാണെങ്കിലും ഉപയോഗിച്ചാൽ മതി. ഇനി നമുക്ക് വാഴയിലയിൽ നല്ലപോലെ ചിക്കൻ പൊതിഞ്ഞെടുക്കാം. നമ്മളിവിടെ ചിക്കൻ നല്ലപോലെ കെട്ടിയെടുത്തിട്ടുണ്ട് വാഴയിലയിൽ. ഇനി നമുക്കിത് ഒന്നുകൂടെ നമ്മുടെ ഫോയിൽ പേപ്പറിൽ ഒന്ന് കവർ ചെയ്തെടുക്കണം. നമ്മൾ തീക്കനലിലാണ് ചിക്കൻ ചുടുന്നത്. അപ്പം ചിക്കൻ കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫോയിൽ പേപ്പറിലും കൂടെ വെക്കുന്നത്. ഒരു 2 ലെയർ ഫോയിൽ പേപ്പറെങ്കിലും മിനിമം വെക്കണം. നമ്മുടെ ചിക്കൻ ഫോയിൽ പേപ്പറിൽ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ചുട്ടെടുക്കാം. നമ്മളിവിടെ ചിരട്ടക്കാനിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിനി കനലിലേക്ക് നമ്മുടെ ചിക്കൻ ഇടാം. ഏകദേശം ഒരു 3/4 മണിക്കൂറാണ് കുക്കിംഗ് ടൈം.
ഒരു പകുതി ടൈം ആകുമ്പോഴത്തേന് നമുക്ക് ചിക്കൻ ഒന്ന് മറിച്ചിടണം. അപ്പോൾ ഒരു 3/4 മണിക്കൂറിന് ശേഷം നമ്മുടെ ചിക്കൻ നമുക്ക് കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഫോയിൽ പേപ്പർ 2 ലെയർ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ചിക്കൻ ഒട്ടും കരിഞ്ഞിട്ടുണ്ടാവില്ല. നമുക്കിത് ഓപ്പൺ ചെയ്യാം. നമ്മുടെ ടേസ്റ്റി യമ്മി ചിക്കൻ ചുട്ടത് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഒട്ടും തന്നെ ചിക്കൻ കരിഞ്ഞിട്ടില്ല. നമ്മൾ 2 വാഴയിലും ഫോയിൽ പേപ്പറിലൊക്കെ പൊതിഞ്ഞുകൊണ്ട് തന്നെ ചിക്കൻ കരിഞ്ഞിട്ടേ ഇല്ല. അപ്പം ഈ ഈസി റെസിപ്പി എന്തായാലും എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഒരു വെറൈറ്റി ചിക്കൻ ഡിഷാണ്. നമ്മുടെ ഈ ചിക്കൻ ചുട്ടത് നമ്മൾ ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാം. അപ്പം പുതിയൊരു വീഡിയോയുടെ കാണുന്നവരെ താങ്ക് യു.